അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഗസ്റ്റ് മറ്റാരുമില്ല, അർജു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പം എങ്ങനെ നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞാലോ? അതും നമ്മൾ സഹിക്കണല്ലേ. ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ കഴിഞ്ഞ കൊല്ലം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പുള്ളി എപ്പോഴും ഭയങ്കര ഫണ്ണി സ്റ്റോറീസ് ഒക്കെ ഇടുന്ന ആളാണല്ലോ. അപ്പം ഞാൻ ഒരു ലാഫിങ് റിയാക്ഷൻ അയച്ചു. അവന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അവനറിയാതെ തന്നെ അവളെ ഇഷ്ടപ്പെട്ടു. ഫോളോ ചെയ്യാൻ തുടങ്ങി, സ്റ്റോറിക്ക് റിപ്ലൈ അയച്ചു. പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. 2023 ജാൻ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ചടപടേന്നായിരുന്നു. ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല. ഫോറം മാള്, ഒബ്രോൺ മാള്, ലുലു മാള്, പിന്നെ ഗ്രാൻഡ് മോള്, പിന്നെ മറ്റേ പെൻഡാമേനക്കയിലുള്ളൊരു ചെറിയ മോളില്ലേ, അതിലും പോയിട്ടുണ്ട്. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. അപ്പം അർജു, താങ്കൾ ഓൾ കേരള സിഗ്മ അസോസിയേഷൻ / സിംഗിൾസ് അസോസിയേഷനിൽ നിന്ന് രാജിവെച്ചോ? ആലോചിച്ച് പറയണം. ഞാൻ ഇത്രയും കാലം അവർക്കൊരു കരുത്തായിരുന്നു. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. അർജു രാജിവെച്ചു. പക്ഷെ കരുത്തേകാൻ അർജു ഇന്നും ഉണ്ടാകും എന്നൊക്കെ. ഒന്നും പറയല്ലേ. എവിടെന്തോ വന്ന നമ്മള് ഇത്രയും കാലം കൂടെ പിറപ്പുകളെ പോലെ ജീവിച്ചു. ഇപ്പൊ നമ്മള് മെയിനായിട്ട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാണ് അർജുൻ ചേട്ടൻ സിഗ്മകളെ പറ്റിച്ചതെന്ന്. ഞാൻ പറ്റിക്കാറില്ല. ഇല്ല ഇപ്പൊ ഇതിരിക്കട്ടെ, ബാക്കി 50 അടുത്ത ബുധനാഴ്ച. സിംഗിൾസിന് കമ്മിറ്റഡ് ആവാൻ എന്തെങ്കിലും ടിപ്പ് കൊടുക്കാവോ എന്ന് ചോദിച്ചായിരുന്നു അർജുനോട്. സിംഗിൾസിന് കമ്മിറ്റഡ് ആകാനോ? അൽശേഷൻ ഇറച്ചി വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ട്, കൂട്ടത്തിൽ മാസ കാര്യം പരിഗണിക്കാം. പേഴ്സണലി ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കൂ. പേഴ്സണലി ഒന്നുമില്ല. ജിമ്മിൽ പോവുക, മുടി വളർത്തുക, നല്ല ഡ്രസ്സ് ധരിക്കുക. നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ടാക്കിയതാ. നമ്മള് പോട്ടെ, നമ്മള് മറ്റന്നാൾ വരാം കേട്ടാ.